ഹസ്ബൻഡിനോട് പറയുക വരെ ചെയ്തു. ഇത്രയും സക്സസ് സ്റ്റോറീസ് ഞാൻ കാണുന്നു, ഒരു ദിവസം എൻ്റെയും ഇതുപോലെ ഫോണിൽ കാണേണ്ടി വരുമെന്ന്. ഇപ്പൊ 2-3 മാസം ആയതേ ഉള്ളൂ പറഞ്ഞിട്ട്. ആ വാക്ക് പാലിക്കാനായിട്ട് പറ്റിയല്ലോ. വരുന്ന ആഴ്ചയിലായിട്ട് തന്നെ ഹസ്ബൻഡിനും അത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഡെയിലി ഫ്രീ ടെസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതാന്ന് ഇതിൽ എത്തിച്ചെന്ന് പറയാം. അതിൽ നെറ്റ്, കറണ്ട് അഫയേഴ്സ്, സെറ്റ് 3 പാർട്ടായിട്ടാണ്. എനിക്ക് തോന്നുന്നു iPlusന്റെ എല്ലാം സക്സസ് സ്റ്റോറീസ് ഒന്നുപോലെ ഞാൻ മിസ് ചെയ്തിട്ടില്ല. എല്ലാം നോട്ടിഫിക്കേഷൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോട്ടിഫിക്കേഷനിൽ വരുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പോൾ ചെയ്ത വീഡിയോസ് എയിം JRF അതും ഞാൻ ഫുള്ള് കാണും. ഫുള്ള് എന്ന് വെച്ചാൽ അവരെ സ്ട്രാറ്റജി അവരെ എങ്ങനെയാണ് പെട്ടെന്ന് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ എല്ലാ വീഡിയോസും ഫുള്ളിരുന്ന് വാച്ച് ചെയ്യും. ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ് സത്യം പറഞ്ഞാൽ. ഏതൊരു ഫീൽഡ് ഇതാക്കിയാലും ടീച്ചിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ എൻ്റെ ബുക്കിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്, സക്സസ് എന്ന് പറയുന്നത് പാഷൻ പ്ലസ് കൺസിസ്റ്റൻസി ആണ്. കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാത്ത ടോപ്പിക്സിന് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ബാക്കിയുള്ളത് നമുക്ക് പഠിച്ച ഓർമ്മയുണ്ട്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റസിയാണ്. സെറ്റ് പരീക്ഷ ജാനുവരി 2025 ഫെബ്രുവരി 2-ാം തീയതിയാണ് നടന്നത്. അതില് ഉയർന്ന മാർക്കോടുകൂടി കൊമേഴ്സ് സബ്ജക്റ്റില് വിജയായ പ്രസിയോട് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നും അതിലൂടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. സ്വാഗതം പ്രസി. താങ്ക് യു സർ. ആദ്യമേ ഒരു ആമുഖം എന്നുള്ള നിലയില് കോഴ്സുകൾ ചെയ്തത് എവിടെയായിരുന്നു, സെറ്റിൽ ചെയ്ത് എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഞാൻ ചെയ്തേ ബികോം ആണ്. ബികോം SN ചാത്തന്നൂരാണ് ചെയ്തേ. 2018 പാസ് ഔട്ട് ആയേ. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ബ്രേക്ക് വന്നു, നല്ലൊരു ഗ്യാപ്പ് വന്നു. അതിനുശേഷമാണ് PG ചെയ്തേ. പക്ഷെ ഞാൻ PG ചെയ്തതെന്ന് പറയുന്നത് ഡിസ്റ്റന്റ് ആയിട്ട് ഇഗ്നോയിലാണ് ചെയ്തേ. അത് 2023 പാസ് ഔട്ട് ആയേ. അത് കഴിഞ്ഞ് പിന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ് സത്യം പറഞ്ഞാൽ. ഏതൊരു ഫീൽഡ് ഇതാക്കിയാലും ടീച്ചിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ എൻ്റെ ബുക്കിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്, സക്സസ് എന്ന് പറയുന്നത് പാഷൻ പ്ലസ് കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, PG ഉണ്ടല്ലോ നമുക്ക് നെറ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ യൂട്യൂബിൽ ഫസ്റ്റ് സെർച്ച് ചെയ്തത് iPlusന്റെ വീഡിയോസാണ് ഫസ്റ്റ് കാണുന്നത്. സാറിൻ്റെ ജനറൽ പേപ്പറിൻ്റെ ക്ലാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കണ്ട ഉടനെ നോട്ട്സ് എഴുതുക ചെയ്തേ. എഴുതിയിട്ട് ഞാൻ വിചാരിച്ച് സെൽഫ് പ്രിപ്പയർ ചെയ്യാം എങ്ങനെ വേണം എന്ന് ഉള്ളത്. സാറിൻ്റെ വീഡിയോസ് നോക്കി ഞാൻ നോട്ട്സ് വരെ എഴുതി. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പം കൊമേഴ്സിൽ ഒരു ഗ്യാപ്പ് വന്നു. ജനറൽ പേപ്പർ പഠിച്ചുകൊണ്ടിരിക്കുമ്പം കൊമേഴ്സിലും രണ്ടും കൂടി ടാലി ആയി പോകുന്നില്ല. അങ്ങനെയാണ് ഞാൻ കോച്ചിങ് നെറ്റിന് വേണ്ടി എടുത്തത്. പിന്നെ ആ കോച്ചിങ്ങിന് എടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡെയിലി ഫ്രീ ടെസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതാന്ന് ഇതിൽ എത്തിച്ചെന്ന് പറയാം. അതിൽ നെറ്റ്, കറണ്ട് അഫയേഴ്സ്, സെറ്റ് 3 പാർട്ടായിട്ടാണ്. ഞാൻ സെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കൂലായിരുന്നു, കാരണം എനിക്ക് BEd ഇല്ലല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഇരുന്നത്. നെറ്റും കറണ്ട് അഫയേഴ്സും ഡെയിലി ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇടയ്ക്ക് വെച്ചാണ് സെറ്റിൻ്റെതും അറ്റംപ്റ്റ് ചെയ്തു നോക്കിയ. അപ്പം വിചാരിച്ചു നമ്മൾ പഠിക്കുന്ന കൂടുതൽ പോർഷൻസും ഇതിലും ഉണ്ടല്ലോ, നമുക്കൊന്ന് ചെയ്ത് നോക്കാന്ന്. പിന്നെ ഒരു ക്രാഷും എടുത്തായിരുന്നു. എനിക്ക് തോന്നുന്നു അത് 10 days. പക്ഷെ അത് ഫുള്ള് PDF നോട്ട്സ് ആയാലും എല്ലാം ഷോർട്ട് ആയിട്ടുള്ളതായിരുന്നു എല്ലാം. അങ്ങനെയാണ് അതില് എത്തിയത്. എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു സെറ്റ്? ആദ്യത്തെ അറ്റംപ്റ്റില്. കൺഗ്രാറ്റുലേഷൻസ്. വന്ന് ഉടനെ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം ആൻസർ കീ വന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അപ്പം പാസ്സാവും എന്നുള്ളൊരു പ്രതീക്ഷ. പിന്നും വിചാരിച്ചു റിസൾട്ട് വന്നിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മതിയല്ലോ. പക്ഷെ ദൈവം സഹായിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി. ഇനി അടുത്തേന്ന് പറയുന്നത് നെറ്റിന് വേണ്ടി തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യുക. ഒരു ഇന്റർവ്യൂ കൂടെ ഞാൻ വരാനിടയാവട്ടെ. നമ്മള് ഈ അടുത്തും ഓച്ചിറയിലുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ വീട്ടില് സെറ്റിനായിരുന്നു ആദ്യം ചെന്നിരുന്നത്. അതിനുശേഷം നെറ്റ് എന്നുള്ള സ്വപ്നം കാണുന്ന ആളായിരുന്നു. രണ്ടാമതും ഒരു ഇന്റർവ്യൂവിനായിട്ട് എത്താൻ സാധിച്ചു. ആ ഇന്റർവ്യൂകളൊക്കെ കണ്ടിട്ടുണ്ടാവുന്നതായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു iPlusന്റെ എല്ലാം സക്സസ് സ്റ്റോറീസ് ഒന്നുപോലെ ഞാൻ മിസ് ചെയ്തിട്ടില്ല. എല്ലാം നോട്ടിഫിക്കേഷൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നോട്ടിഫിക്കേഷനിൽ വരുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പൊ ചെയ്ത വീഡിയോസ് എയിം JRF അതും ഞാൻ ഫുള്ള് കാണും. ഫുള്ള് എന്ന് വെച്ചാൽ അവരെ സ്ട്രാറ്റജി എങ്ങനെയാന്ന്
അവരെ എങ്ങനെയാണ് പെട്ടെന്ന് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ എല്ലാ വീഡിയോസും ഫുള്ളിരുന്ന് വാച്ച് ചെയ്യും. അടുത്തൊരാൾക്ക് അപ്പൊ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ ഈ വീഡിയോ. സക്സസ് സ്റ്റോറികൾ കണ്ട് ഒരു സക്സസ് സ്റ്റോറിയിൽ വരാനായിട്ട് സാധിച്ചു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയുക വരെ ചെയ്തു, ഇത്രയും സക്സസ് സ്റ്റോറീസ് ഞാൻ കാണുന്നു, ഒരു ദിവസം എന്റെയും ഇതുപോലെ ഫോണിൽ കാണേണ്ടി വരുമെന്ന്. 2-3 മാസം ആയതേ ഉള്ളൂ പറഞ്ഞിട്ട്. പക്ഷെ ആ വാക്ക് പാലിക്കാനായിട്ട് പറ്റിയല്ലോ. വരുന്ന ആഴ്ചയിലായിട്ട് തന്നെ ഹസ്ബൻഡിനും അത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. സന്തോഷം. അപ്പൊ ഈ പ്രിപ്പറേഷനില് എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പേപ്പർ 1ഉം പേപ്പർ 2 B.Ed ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെയായിരുന്നു ഡിഫിക്കൽട്ടീസ്? I+ അതില് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ B.Edന് നമ്മൾ പഠിക്കുന്ന പോർഷൻസ്, അതായത് സൈക്കോളജി, ഫിലോസഫി, സോഷ്യോളജി, ഇത് 3ഉം എനിക്കറിയില്ല, ഒരു ടച്ചും ഇല്ല. അതിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസും വെയിറ്റേജും കൊടുത്തത്. ഞാൻ അതിനു വേണ്ടിയാണ് പഠിച്ചത്. എന്ന് വെച്ചാൽ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി അതിൽ നോട്ട് ചെയ്ത് ഏതാണ് കൂടുതൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെ റിപ്പീറ്റ് ചെയ്തതിലാണ് ഈ പോർഷൻസ് ഒക്കെ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്താണ് അത് പഠിച്ചത്. പക്ഷെ അത് പഠിച്ചോണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ജനറൽ പേപ്പറിന് അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാനും 50% മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റി. ഭാഗ്യ ടീച്ചറിന്റെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് മിസ്സിന് ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇട്ടിരുന്നു, PYQ റിപ്പീറ്റ് ചെയ്യോ മിസ് എന്ന് ചോദിച്ചു. അപ്പൊ മിസ് തിരിച്ചു തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യും. അതിപ്പോ ആ സെയിം കണ്ടന്റ് തന്നെ വീണ്ടും വേറെ ക്വസ്റ്റ്യനിൽ നമുക്ക് വരും. അങ്ങനെ ആ ഒരു ഇതും കൂടെ കേട്ടിട്ടാണ് പെട്ടെന്ന് ഞാൻ PYQ ഫുള്ള് സെർച്ച് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഒരുപാട് സെർച്ച് ചെയ്തില്ലെങ്കിലും നമ്മൾ ഈ കഴിഞ്ഞ 2-3 സെറ്റിംഗിലും നോക്കിയാൽ മതി, നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു ഐഡിയ കിട്ടും നമുക്ക് ഏതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇത് കൊടുത്തേ അതിനായിരുന്നു. പിന്നെ ബാക്കി ടീച്ചിങ്, റിസർച്ച്, കമ്മ്യൂണിക്കേഷൻ, ICT ഇതെല്ലാം നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എനിക്ക് അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എപ്പോഴും നല്ലതാണ്. നെറ്റും സെറ്റും കൂടി ഒരുമിച്ച് നോക്കി കഴിഞ്ഞാൽ സെറ്റ് കുറെ കൂടെ എളുപ്പത്തിൽ കിട്ടും. ഒരു ലെവൽ കൂടി കൂടിയ പഠനമാണല്ലോ. നമ്മള് ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചുകൂടി കൂടുതലായതുകൊണ്ട് നെറ്റിന് പഠിക്കുന്നു. ഏറ്റവും ഡിഫിക്കൽട്ട് യൂണിറ്റ്സ് ഏതായിരുന്നു? എങ്ങനെ അത് ടാക്കിൾ ചെയ്തു? എനിക്ക് കൊമേഴ്സില് മാനേജ്മെന്റ് ആ ഒരു നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഉണ്ട്. അതിൽ എനിക്ക് എന്ന് വെച്ചാൽ നമുക്ക് നെറ്റിന് ഇല്ലാത്തതുകൊണ്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. കുറെ തിയറീസും അത് ലീഡർഷിപ്പ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതിനാണ് ഞാൻ കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാത്ത ടോപ്പിക്സിന് കുറെ ടൈം സ്പെൻഡ് ചെയ്തു. ബാക്കിയുള്ളത് നമുക്ക് പഠിച്ച ഓർമ്മയുണ്ട്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ആ റിവിഷന്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു റിവിഷൻ പ്ലാനിങ്ങും കാര്യങ്ങളും? റിവിഷൻ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം മാരത്തോൺ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഉച്ച തൊട്ട് രാത്രി വരെ ഉണ്ടായിരുന്നു. 2 മണിക്കോ ഇപ്പോഴുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ആ ഫുള്ള് എനിക്ക് തോന്നുന്നു ഒരു 80% ഞാൻ കംപ്ലീറ്റ് ചെയ്തു ആ മാരത്തോൺ. എന്ന് വെച്ചാൽ PYQ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് അതെനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്തു. അതെ, സന്തോഷമായ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ പ്രയോജനപ്പെടുത്തുന്നവരുണ്ട് എന്ന് നേരിട്ട് കുട്ടികളുടെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡെയിലി ടെസ്റ്റില് നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഒരു ക്വസ്റ്റ്യൻ ഒരു ദിവസം. എനിക്ക് തോന്നുന്നു അത് 10 ദിവസം ആകുമ്പോൾ 50 ആവുന്നു, ഒരു മാസം ആകുമ്പോൾ 150 ആവുന്നു. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് പഠിച്ചങ്ങ് പോവാ. നമുക്ക് തെറ്റുന്നത് നോട്ടിൽ എഴുതി വെക്കാറുണ്ട്. എന്നിട്ട് എക്സാം അടുപ്പിച്ച് അതൊന്ന് റിവൈസ് ചെയ്യുമായിരുന്നു. നമുക്ക് തെറ്റിയത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. നമുക്ക് ഈ ഓഫ്ലൈനിലായിട്ട് നെറ്റിന്റെ കോച്ചിങ് ഇപ്പൊ എറണാകുളത്തും തിരുവനന്തപുരത്തും ഉണ്ട്. അപ്പോ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം, നേരിട്ട് നമുക്ക് ഫീഡ്ബാക്കുകൾ അപ്പൊ തന്നെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കിട്ടുമല്ലോ. ഓൺലൈനായിട്ട് നിങ്ങളെ ഇങ്ങനെ കാണുമ്പോഴാണ് ശരിക്കുള്ള ഫീഡ്ബാക്കുകൾ കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്കും ഈ ഫ്രീ ടെസ്റ്റുകൾ എല്ലാവർക്കും എടുക്കാൻ കേട്ടോ. പ്രസി പറഞ്ഞ ഡെയിലിയുള്ള 5 ചോദ്യങ്ങൾ പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രമല്ല, നമ്മുടെ ആപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ നൽകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് 5 ചോദ്യങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം. അത് തന്നെ സഫീഷ്യന്റ് ആണല്ലേ ഒരു പരിധി വരെ ലെവല് കൂട്ടാനായിട്ട്? അത് മാത്രം, അത് തന്നെ ഒരുവിധം നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ജനറൽ പേപ്പറിൽ. തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ ആ കൺസിസ്റ്റൻസി, പാഷനോടൊപ്പം കൺസിസ്റ്റൻസി കൂടി ഉണ്ടെങ്കിൽ വിജയിക്കാമെന്നുള്ളത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുണ്ട്. അപ്പോ ഈ ഒരു വിജയത്തിൽ നിൽക്കുമ്പോൾ ഇനിയും B.Ed ഇല്ലാത്ത കുട്ടികൾ, കൊമേഴ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സെറ്റ് ആഗ്രഹിക്കുന്ന ഒരാളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മള് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് PYQ ക്വസ്റ്റ്യൻസിൽ നോക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കാണും, അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെയായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇത് സിലബസ് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഫുൾ വാസ്റ്റ് ആയിട്ട് കിടക്കുക, നമുക്ക് ഇത്രയും പഠിക്കാൻ പറ്റുമോ എന്ന് വരെ കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
അതായത് ജനറൽ പേപ്പറിലായാലും ഫിലോസഫി, സൈക്കോളജി അതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. കൊമേഴ്സിലായാലും അറിഞ്ഞുകൂടാത്ത ടോപ്പിക്സിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഒരു ദിവസം നമ്മൾ 2-3 മണിക്കൂർ പഠിക്കണമെന്നല്ല പറയുന്നത്, എന്നാലും കുറച്ചു നേരം നമുക്ക് കിട്ടുന്ന ടൈം മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക എന്നാണ്. ഒപ്റ്റിമം എന്ന് പറയത്തില്ലേ, നമ്മൾ മാക്സിമം ആയിട്ട് അത് കറക്റ്റ് നമ്മൾ ആ പഠിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിൽക്കണം, അതുപോലെ പഠിക്കുക. അല്ല ജസ്റ്റ് ഇത്രയും സിലബസ് ഉണ്ടല്ലോ നമുക്ക് ജസ്റ്റ് വായിച്ചു പോവാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നമ്മൾ മനസ്സിരുത്തി നമ്മൾ വേണമെന്നും പറഞ്ഞു ഒരു 10-15 മിനിറ്റ് കിട്ടുന്ന ടൈമിൽ നമ്മൾ പഠിച്ചാലും അത് നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പൊ അങ്ങനെ പഠിക്കുക. എല്ലാവർക്കും സെറ്റ് നേടാൻ കഴിയട്ടെ. ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മുടെ 13ഓളം സബ്ജക്ട് ഉണ്ട്. അതിൽ ഈ 2016 കഴിഞ്ഞ സിലബസ് ഇതുവരെ മാറിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ 2500ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ റിസീവ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് തന്നെ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ടൂളാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്ലാൻഡ് അപ്രോച്ചിലൂടെ സെറ്റ് നേടാനായതുപോലെ നെറ്റും അതിനുശേഷം മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമുകളും ഒരു ജോലിയിലേക്കും ഒക്കെ വേഗം എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.